പറയൊന്നും വേണ്ട. But if we take the steps, remedial steps on time, then I don't believe that problem will exist. Before monsoons, they will also try to cover it with vegetation so that the roots of vegetation can hold the soil and so that water also does not flow, soil also does not erode, and it is a sustainable solution, natural solution. നമ്മൾ പറയൊന്നും വേണ്ട. അത് ഏത് രീതിയിൽ ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റി എന്നുള്ളത് ഞാനിങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നല്ല രീതിയിലൊരു പ്രസംഗം അങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ കേൾക്കായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് എന്നെ പോയതുകൊണ്ടാണ് നമുക്ക് ഈ സമരം വിജയിപ്പിക്കാൻ കഴിഞ്ഞതിലൊരു തർക്കമില്ല അല്ലേ. നമ്മൾ അന്ന് വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു സമരമുറയും അതിന് ശേഷം ഉണ്ടായതും തമ്മിലുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഇത് വരുത്താൻ ഒരുപാട് സഹായിച്ചു നമ്മളെ. സ്ത്രീകൾ ഉൾപ്പെടെ അല്ലെ, കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ആ ഒരു ബഹളവും അതൊക്കെ കൊണ്ട് തന്നെയാണ് വിവിധ ചാനലുകളും അതുപോലെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരായാലും നമ്മുടെ എന്താ പറയുക വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്താൻ നമുക്കത് കഴിഞ്ഞു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. നമുക്കറിയാം, ഒരു ജനപ്രതിനിധിയോട് പെരുമാറുന്നതിൻ്റെ അപ്പുറം ഒരുപാട് പ്രയാസപ്പെടുത്തുന്ന രീതിയിലാണ് ഈ വാർഡ് മെമ്പറോടൊക്കെ ഉള്ള പോലീസിൻ്റെ സമീപനം ഉണ്ടായിരുന്നത്. ആ സമയം വരെ നമ്മൾ പിടിച്ചു നിന്നെങ്കിലും അതിനുശേഷം പിന്നെ നമ്മൾ പ്രതികരിച്ചു തുടങ്ങിയത് അല്ലേ. നമുക്കറിയാം, വയനാട്ടിലൊക്കെ ഓരോ പ്രയാസങ്ങൾ നമ്മൾ എന്താ പറയുക കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത് തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ വന്ന് ഈ ഒരു സ്ഥിതി മനസ്സിലാക്കിയപ്പോഴാണ് ഈ ഒരു മലക്കുന്നിൻ്റെ മുകളിൽ നിന്നും താഴോട്ട് ഒരു ജൂൺ ജൂലൈ മാസത്തിൽ ഈ സ്ഥലത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് മനസ്സിലല്ലേ. നമ്മളിതിൻ്റെയൊക്കെ മുന്നേ ഒരുപാട് ഈ ഒരു രീതിയൊക്കെ നമ്മൾ കുറേ മുന്നേ എന്താ പറയുക ചെയ്യേണ്ടതായിരുന്നു. കുറേ നമ്മളടുത്ത് എന്താ പറയുക നമ്മളെല്ലാവരും വിശ്വസിക്കുകയാണല്ലോ ചെയ്യുക അല്ലേ. ജനങ്ങൾ നമ്മൾ എന്താ പറയുക ഗ്രാമത്തിലുള്ള പ്രദേശത്തിലെ ആളുകൾ അവർ പറയുന്നത് വിശ്വസിച്ച് പോയതുകൊണ്ടാണ് ഇത്രയും നമുക്കൊരു പ്രയാസം ഉണ്ടായത്. അപ്പോൾ ഇനി എന്താ പറയുക അവരെ വാഗാടുകാരുടെ വിശ്വാസത്തിൻ്റെ പുറത്തൊക്കെ അതൊക്കെ നമുക്ക് കഴിഞ്ഞു അല്ലേ. അവരോടുള്ള വിശ്വാസമൊക്കെ നമ്മുടെ അടുത്ത് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ നമുക്കിനി ഈ രീതിയിൽ ഈ പ്രദേശം എന്താ പറയുക ഇതൊരു പൂർവ്വസ്ഥിതിയിലേക്കൊന്നും കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും ഇതിൻ്റെ ആ ഒരു പ്രയാസം, അതായത് മഴ പെയ്തു കഴിഞ്ഞാൽ താഴോട്ട് ആ വെള്ളം ഒഴുകി മണ്ണടക്കം വരാതിരിക്കാനുള്ളൊരു സംവിധാനം കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ സമരത്തിൽ നിങ്ങൾ പിൻവലിക്കാവുള്ളൂ. കാരണം കഴിഞ്ഞ ദിവസം കളക്ടർ വന്ന സമയത്തും അവിടെ ഉദ്യോഗസ്ഥന്മാരും ഈ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അത് ചെയ്യാനുള്ളൊരു എന്താ പറയുക പ്രയാസം തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ സുരേഷ് മാഷോടും പ്രതിഭ മാഷോടും പറയുണ്ടായി, മാഷെ ഇത് ഇവിടെ വെച്ച് പറഞ്ഞ് കൃത്യമായിട്ട് ഇതിനൊരു രേഖ ഉണ്ടാക്കിയതിന് ശേഷമേ നമുക്ക് പുറത്ത് പോകാൻ കഴിയുള്ളൂ. ഇവരൊക്കെ എപ്പോഴാണ് വാക്ക് മാറുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ സമരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേതാക്കന്മാർ ഇവിടെ വന്ന് സംസാരിക്കുന്ന ആളുകളൊന്നും നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടില്ല. നിങ്ങളെ പ്രദേശത്തിൻ്റെ ആളുകളാണ് നിങ്ങളെ കൂടെ എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ ഇതിലൊരു കക്ഷി രാഷ്ട്രീയ ഭേദം ഒന്നുമില്ല. ജാതി മത ചിന്തകൾക്കൊക്കെ അപ്പുറത്താണ് നമ്മുടെ സമരം അല്ലേ. ഇന്നിപ്പോൾ 4-ാം ദിവസം. എനിക്ക് പ്രിയപ്പെട്ട സഹോദരിമാർ ഇവിടെ ഇരിക്കുന്നത് നമുക്കറിയാം, അവർ പറഞ്ഞതുപോലെ തന്നെ ഓരോ ദിവസം ജോലിക്ക് പോകേണ്ട ആളുകളൊക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി നമ്മളിവിടെ ഇരിക്കുന്നത് അല്ലേ. ഒരു പാട്ടില്ലേ, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, അതേപോലെ ഇവിടെ ഇനിയുള്ള ആളുകൾക്ക് നമുക്ക് ഇവിടെ താമസിക്കാൻ ഒരു പ്രയാസമില്ലാതെ. എനിക്ക് തന്നെ പേടി നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ പറയുന്നുണ്ടായി, കാരണം മാസ്കൊക്കെ കൃത്യമായിട്ട് ധരിച്ചേ ഇവിടെ ഇരിക്കാവുള്ളൂ. ഇത്ര പൊടിയാണ് ഇതിലെ. ഈ വാഹനങ്ങൾ പോകുമ്പോൾ വലിയമ്മേനൊക്കെ ഒന്ന് പ്രത്യേകിച്ച് മാസ്ക് എന്തായാലും നിങ്ങൾ വാങ്ങിക്കൊടുക്കണം ഇരിക്കുന്ന ആളുകൾ. നമുക്കൊരു ശാരീരിക പ്രശ്നം ഉണ്ടായാൽ നമുക്ക് സമരത്തിന് ഇനിയും നാളെ വരുന്നൊരു പ്രശ്നത്തിന് നമ്മളെ മുമ്പിൽ നിൽക്കാൻ ആളുണ്ടാവില്ല അല്ലേ. നമ്മളൊക്കെ മുമ്പിൽ നിൽക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ പറയാം, എന്തായാലും ഈ ഒരു സമരത്തിന് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കഴിഞ്ഞ ദിവസം കളക്ട്രേറ്റിലൊരു സമരത്തിനും അവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ട് വരാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ പിന്നെ സുരേഷ് മാഷ കൃത്യമായിട്ട് വിളിച്ച് ചോദിക്കാറുണ്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത്. ഞങ്ങളുടെ കൂടെ എന്തായാലും കൂടെ ഉണ്ടാവും എന്നൊരു വാക്ക് ഞങ്ങൾ പോലീസ് ഉൾപ്പെടെയുള്ള നേതൃത്വം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതൃത്വം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്തായാലും വ്യക്തി വിദ്വേഷമോ വൈരാഗ്യമോ ഒന്നും ആയിരുന്നില്ല. ഉള്ള കിടപ്പാടം, ഉള്ള ഭൂമി കുത്തിയൊലിച്ച് പോകാതിരിക്കാൻ, അത് നഷ്ടപ്പെടാതിരിക്കാൻ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമായിരുന്നു അവർ നടത്തിയത്. ജാതി മത രാഷ്ട്രീയ ഭേദചിന്തകൾ മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു ജനകീയ കമ്മിറ്റി രൂപവൽക്കരിച്ചു. ദിവസവും സമരം തുടങ്ങി. കളക്ട്രേറ്റ് മാർച്ചിന് ശേഷം സത്യാഗ്രഹ സമരം അതിൻ്റെ വിജയം കണ്ടു. പൊഴിക്കാവ് കുന്നിലെ മണ്ണെടുക്കൽ നിർത്തിവെക്കാൻ ഉള്ള ഉത്തരവായി. നിലവിൽ മണ്ണെടുത്ത പ്രദേശം തട്ടുകളാക്കി സുരക്ഷാ മാർഗം സ്വീകരിക്കാനുള്ള നടപടികൾ ഉണ്ടായി. എന്തായാലും ഇതൊരു മുന്നറിയിപ്പാണ്. നമ്മുടെ ഭൂമി അത് സുരക്ഷാ മാർഗങ്ങൾ നോക്കാത്ത രീതിയിൽ ഖനനം ചെയ്യുമ്പോൾ
ആ പ്രദേശവാസികൾക്ക് ഒന്നടങ്കം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന അവസ്ഥയാണ്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ മുണ്ടക്കായുമൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതാണ്. ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമുക്ക് കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ, വീടായാലും റോഡ് നിർമ്മാണങ്ങളായാലും എന്തിന് ആണെങ്കിലും ഏത് തരത്തിലുള്ള കെട്ടിടങ്ങൾക്കായാലും അതിന് ആവശ്യമുള്ള മണ്ണും കല്ലും എല്ലാം വേണം. ഇതൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന കാര്യത്തിൽ പുതിയ ഗവേഷണങ്ങൾ, റിസർച്ച് നടത്തേണ്ടിയിരിക്കുന്നു. വിദേശ രാഷ്ട്രങ്ങൾ ഈ ഒരു മേഖലയിൽ സ്വീകരിക്കുന്ന നടപടി നമ്മൾക്കൊന്ന് അപഗ്രഥനം ചെയ്താൽ കുറച്ചൊക്കെ നന്നാകും. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഇത്തരം സുരക്ഷാ മാർഗങ്ങൾ മറന്നുള്ള പ്രവർത്തനങ്ങൾ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കാം.